ഇവിടെ കണ്ടോ ഈ കളർ ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് വണ്ടി സർവീസിന് കൊടുക്കുന്ന പരിപാടിയാണ്. പിന്നെ ഞാൻ നേരെ സർവീസ് സെന്റർ എത്തിയിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഓടിയിട്ട് ശേഷം ഉള്ളിലേക്ക് കയറി. അങ്ങനെ സർവീസ് അഡ്വൈസർ വരുന്നവരെ ഞാൻ ഉള്ളിൽ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ വന്നതിന് ശേഷം നേരത്തെ പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പുള്ളി വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു 5:30 മണിയാകും കിട്ടായിരുന്നു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, നേരെ അളിയനെ വിളിച്ചിട്ട് നേരെ കാർത്തിയുടെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ കാർത്തിനെ ഇവിടെ നേരെ വിളിച്ചിട്ട് ഒരു പയ്യനെ കാണാൻ പോകാനുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി എടുത്ത് നേരെ ഡീസൽ അടിച്ച് ആ പയ്യനെ കാണാൻ പോയി. പയ്യൻ്റെ കുറച്ച് ക്യാഷ് മേടിക്കുന്നുണ്ട്. പയ്യനെ കണ്ടു. അങ്ങനെ കുറച്ച് ക്യാഷൊക്കെ മേടിച്ചതിന് ശേഷം നേരെ പോയത് കടകൾ KSFയിലേക്കാണ്. അങ്ങനെ KSFയിലേക്ക് ഉള്ളിലേക്ക് കയറി KSFയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ചിറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് അക്ഷയയിലേക്കാണ്. അങ്ങനെ അക്ഷയയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് വണ്ടി സർവീസ് എടുക്കാൻ പോകണം. അങ്ങനെ പോയ വഴിക്ക് ഒരു ചായക്കട കണ്ടപ്പോൾ വിചാരിച്ച് ചായ അടിച്ചിട്ട് വന്നു. അങ്ങനെ നേരെ കയറി ചായക്കടയിലേക്ക് കയറി. അപ്പോഴേക്കാണ് അവിടെ ഒരു പരിപ്പോടെ ഉഴുന്നോടേം പോലത്തെ എന്തോ ടേസ്റ്റുള്ള ഒരു സാധനം ഇരിക്കുന്നു. അതിനുശേഷം നേരെ സർവീസിൻ്റെ ഉള്ളിലേക്ക് വേണം പോയത്. അപ്പോഴത്തേന് വണ്ടി സർവീസുകൾ വിട്ടേക്കായിരുന്നു. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അതിന് മുമ്പ് വണ്ടി സ്ക്രാച്ച് ആയിട്ട് ഇവിടെ പെയിന്റ് ചെയ്യാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് അവർക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. അല്ല എന്നാലും ഇവിടെ കണ്ടോ ഈ കളർ ഉണ്ടോ? നിങ്ങൾ തന്നെ ഇവിടെ ചെയ്തു തരുമല്ലോ. സംഭവം എന്താണെന്ന് വെച്ചാൽ വണ്ടി മുമ്പ് സ്ക്രാച്ച് ആയിട്ട് ഇവിടെ പെയിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഇവർ പെയിന്റ് ചെയ്ത് റെഡി ആയിട്ടില്ലായിരുന്നു. ഒറിജിനൽ കളറും ഇവർ ചെയ്ത കളറും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതോടെ പറഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞു അവർ എന്നെ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ അനൂപ് എന്നാണ്. അങ്ങനെ പുള്ളി നല്ല കസ്റ്റമർ ഡീലിംഗ് ആയിരുന്നു. ഞാൻ വണ്ടി സർവീസിന് കൊടുത്തത് അഞ്ചലുള്ള പനച്ചുള്ള സാരഥിയുടെ സർവീസ് സെന്ററിലാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് നേരെ തിരിച്ചിറങ്ങിയിട്ടാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.